അതിൽ ഏറ്റവും അഫ്ദലായ സമയം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാന സമയങ്ങളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. ആദ്യ പകുതിക്ക് ശേഷം നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് പേടി, അയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കൂല, അല്ലെങ്കിൽ എഴുന്നേൽക്കുമെന്ന് അറിയില്ല, സാധ്യത കുറവാണ്. അപ്പം അയാൾ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പ്രത്യേകം വസിയത്ത് നൽകിയ വിഷയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ഔസാനി ഖലീലി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബിസിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. എല്ലാ മാസവും ഏതെങ്കിലും 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. ഏത് 3 ദിവസം ചെയ്യാം? ഒരാൾക്ക് നോമ്പെടുക്കാം. അത് 13, 14, 15 ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യാം? ഒരു മാസത്തിൽ 3 നോമ്പ് എന്നുള്ള നിലക്ക് ഒരാൾക്ക് നോമ്പെടുക്കാം. ഈ 13, 14, 15 നോമ്പാണ് എന്ത്? ഏത് നോമ്പ്? അയ്യാമുൽ ബീദിന്റെ നോമ്പ്. ആ 3 ദിവസമാണ് എടുക്കുന്നെങ്കിൽ ഏറ്റവും അഫ്ദൽ. അത് വേറെ തന്നെ ഹദീസിൽ വന്നതാണ്, 13, 14, 15 നോമ്പെടുക്കാന്നുള്ളത്. ആ 13, 14, 15 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫെബ്രുവരി 14, 13, 14, 15 ആണോ സിയാനെ? ഏത് 13, 14, 15? അത് ഇംഗ്ലീഷ് മാസമാണോ? അല്ല, അറബി മാസാൻ. അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ. അപ്പൊ അതാണ് നബി കൊടുത്ത ഒരു വസിയത്ത്. രണ്ടാമത്തെ ഒരു വസിയത്ത്, ദുഹയുടെ 2 റക്അത്ത് നിസ്കരിക്കുക. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ രാത്രി അതിന്റെ അവസാന സമയങ്ങളിൽ എഴുന്നേൽക്കൂല, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീക്കൂല, പിന്നെ ഫജ്റിനൊക്കെ നീക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നമസ്കരിച്ചിട്ട് കിടന്നുറങ്ങുക എന്നതാണ് ചെയ്യേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പ്രത്യേകമായിട്ട് വസിയത്ത് നൽകിയ സംഗതിയുമാണ്.